അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏകദേശം ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാംഗ്ലൂരിലെത്താൻ ബാക്കിയുള്ളത്. ഉമ്മ മുഹ്സിനയെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അവൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോഴും പിന്മാറിയിട്ടില്ല. അവളുടെ ചിന്താഗതി അതുതന്നെയാണ്. അതെ, സിനാൻ എന്നുള്ള ആ ഒരു വാക്ക്, അത് അജ്മലിനെയാണ് അവൾ അതിൽ കാണുന്നത്. മോനെ, ഇനി എത്രയുണ്ടടാ ഉമ്മ? ഇനി 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇതാ അവിടെ എത്തും. പ്രശ്നമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ. അവള് പാവം. നമ്മുടെ മോളുടെ ബുഷിയുടെ സ്ഥിതി അതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടുകാരും കുടുംബങ്ങളും ഭർത്താവും എല്ലാവരും ഇല്ലാതെ ആ കുട്ടി ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതി. അങ്ങനെ ആലോചിച്ചാൽ മതി, വേറൊന്നും. ഉമ്മ പാവം, എന്തായാലും പെട്ടെന്ന് ആ മൈൻഡൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. മോനെ, സാരല്ല, ഒക്കെ പഠിച്ചവൻ്റെ വിധിയല്ലേ. പിന്നെ കരുതി കൂട്ടിക്കൊണ്ടല്ലേ. ആ കുട്ടി എത്രയോ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാൽ ഈ സമയം ഉമ്മയോട് അതാ ബുഷി ഒരു കാര്യം പറയുന്നു. ഉമ്മ, എന്താ മോളെ? ഇത്താത്താക്ക് എന്തൊക്കെ തന്നെയാലും അങ്ങനത്തെ ഒരു മൈൻഡായി മാറിയില്ലേ? അപ്പോൾ ഇക്കാക്ക് ഇത്താത്തെ അങ്ങ് കല്യാണം കഴിച്ചൂടെ? മോളെ, നീ എന്തീ പറയുന്നത്? മോൾക്കറിയില്ലേ കാര്യങ്ങളൊന്നും? അവർക്ക് വേറെ ഭർത്താവ് ഉള്ളതല്ലേ. അപ്പം എങ്ങനെ? ഉമ്മ, ഭർത്താവ് ഉണ്ടെങ്കിലും അവരിപ്പോൾ ഇല്ലല്ലോ. അത് അവർ സൗഹാർദ്ദത്തിലല്ലല്ലോ മോളെ. അവർ 2 പേരും സൗഹാർദ്ദത്തിൽ തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അതാണ്. ഓ, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ചിട്ട് അജ്മൽക്ക ഇത്തയെ കല്യാണം കഴിച്ചോട്ടെ. മോളെ, എൻ്റെ ആഗ്രഹം കൊള്ളാം. എനിക്കും ഇഷ്ടമാണ് മുഹ്സിയെ നല്ല രീതിയിൽ. പക്ഷേ അവളുടെ മനസ്സും അവൻ്റെ മനസ്സും അങ്ങനെയല്ലല്ലോ. അവരങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഉമ്മാക്ക് ആഗ്രഹമില്ലായിട്ടില്ല. നല്ല മോളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് പഠിച്ചവന് മുഹ്സിയെ പോലുള്ളൊരു മരുമകളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഉമ്മ, ഇനി 1/2 മണിക്കൂർ കൂടി ഉള്ളൂ കേട്ടോ. അജ്മൽ അതാ മുഹ്സിനയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് പോകാം ഫംഗ്ഷന്, അതല്ല നല്ലത്. മുഹ്സി, അജ്മൽ വിളിക്കുന്നു. ആ സിനു, നമുക്ക് ഒന്ന് ജസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരാം. എന്തിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, നമുക്ക് നോക്കാം കുഴപ്പമുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. യാതൊരു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ യാത്ര ചെയ്തതല്ലേ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. അങ്ങനെ അതാ അജ്മലിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ അവർ ഒരു ടാക്സി വിളിച്ച് നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്ന് അജ്മൽ കാര്യങ്ങൾ പറയുന്നു. പെട്ടെന്ന് കുട്ടിക്ക് വാഹനത്തിൽ വെച്ച് ട്രെയിനിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു അസ്വസ്ഥത ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഒരു ടെൻഷനായി. പിന്നെ ആളാകെ മാറി. എന്നെ വേറെ രീതിയിൽ, അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എന്നെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ അവളുടെ മൈൻഡ്. അപ്പോൾ മൊത്തത്തിലങ്ങ് ഡോക്ടർ പറയുന്നു, കുട്ടിക്ക് ടെൻഷനേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കാരണം അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യതയും കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടുകാരും എല്ലാവരും എതിരായിരുന്നു. പിന്നെ ആ കുട്ടിയെ വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ചു. വഴിയിൽ വെച്ച് ഞാൻ കണ്ടവൾ രക്ഷപ്പെടുത്തിയതാണ്. കാരണം അവളുടെ ഭർത്താവിൻ്റെ പിതാവും ആരും അവിടെ ഇല്ല. ഉപദ്രവിക്കുന്ന അമ്മായിമ്മ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓക്കെ കുട്ടിക്ക് നല്ല രീതിയിൽ ടെൻഷൻ കയറിയിട്ടുണ്ട്. ഒരു ഗ്ലൂക്കോസ് കയറ്റിയിട്ട് കാര്യമായിട്ട് മെഡിസിൻ ഒന്നും ഞാൻ എഴുതുന്നില്ല. കാരണം എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി ഗുളിക കടിമയായേക്കാം. അതുകൊണ്ട് നിങ്ങൾ പെരുമാറ്റത്തിലൂടെ, റിലാക്സിലൂടെ നമ്മളിങ്ങനെ അങ്ങനെ ആ കുട്ടിയെ ശരിയായ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ്. ഡോക്ടർ അതാ മുഹ്സിനയെ വിളിക്കുന്നു. മുഹ്സിന, മോൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസം? എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഹാപ്പിയാണ്. അവളുടെ വാക്ക് കേട്ട് അജ്മലും ഡോക്ടറും ഞെട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കുട്ടിയുടെ മൈൻഡ് ആ രീതിയിലായിപ്പോയതാണ്, നോ പ്രോബ്ലം, അതൊക്കെ റെഡി ആയിക്കോളും. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഇപ്പോൾ തുടരണം. അതായത് ഈ ഒരു രീതിയിൽ നിന്ന് ഞാനൊരിക്കലും നിൻ്റെ ഭർത്താവല്ല, അല്ലെങ്കിൽ ഒരിക്കലും നിൻ്റെ ഭർത്താവിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവളുടെ മൈൻഡ് നിങ്ങളാക്കി തീർത്ത് കഴിഞ്ഞാൽ കുട്ടിക്കൊരു പക്ഷേ കുട്ടി വയലൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഈ രീതിയിൽ തന്നെ കുറച്ച് ദിവസം തുടരുക. പതിയെ കുട്ടിയെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി റിലാക്സാക്കി കൊണ്ടുവന്നാൽ അത് മെഡിസിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം മെഡിസിൻ നൽകിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടി ഉറക്കത്തിലേക്ക് വീണു പോകും. അത് പിന്നെ ഡെയിലി ഉറക്ക ഗുളിക കുടിക്കേണ്ട ആ ഒരു ഇതും ആകും. അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞുകൊണ്ട് വയലൻ്റായി തീർന്ന് വലിയ ഇഷ്യൂസിലേക്ക് അത് ആയി മാറും. അതുകൊണ്ട്
ഇപ്പോൾ തൽക്കാലം മെഡിസിൻസ് ഒന്നും വേണ്ട, ഈ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോവുക, അതേ ഉള്ളൂ, അത് മാത്രം. താങ്ക് യു ഡോക്ടർ. പിന്നെ ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ പോയിക്കോളൂ, ഇപ്പോൾ മെഡിസിൻ ഒന്നും വേണ്ട. ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈ ലിസ്റ്റ് നിങ്ങൾ കൈവശം വെച്ചോളൂ. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇത് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ അവർക്കും മനസ്സിലാകും. ഇപ്പോഴത്തെ ആ മൈൻഡ് അങ്ങനെ തന്നെ പോവട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അത് റിലാക്സായി റെഡി ആയിക്കോളും, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോഴാണ് അജ്മലിനും ഉമ്മാക്കും ബുഷറക്കും ഒക്കെ സമാധാനമായത്. മുഹ്സിനയുടെ കൈ പിടിച്ചുകൊണ്ട് അജ്മൽ അതാ ബാംഗ്ലൂരിലൂടെ നടക്കുന്നു. മറ്റൊരു ടാക്സി അവർ വിളിക്കുന്നു നേരെ അവരുടെ എളാമയുടെ വീട്ടിലേക്ക്. എളാമയുടെ വീട്ടിൽ വലിയ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അജ്മലും ഉമ്മയും ബുഷിയും മുഹ്സിയും അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. പ്രതീക്ഷിക്കാതെയായിരുന്നു അവരുടെ വരവ്. എല്ലാവരും അവരുടെ വരവ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. മാഷാ അല്ലാ, ആരൊക്കെയാണ് വന്നിക്കണേ? എന്നാലും വരാൻ തോന്നിയല്ലോ. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വന്നിട്ട് 10-12 മണിക്കൂർ യാത്രയും കാര്യങ്ങളും പിന്നെ ടാക്സി കാര്യങ്ങളൊക്കെ ക്ഷീണിച്ചു പോയി. എല്ലാവരെയും അവർ സ്വീകരിക്കുമ്പോൾ കൂട്ടത്തിൽ മുഹ്സിനെയും കാണുന്നു. മാഷാ അല്ലാ, ഇതാരാ മോളെ? അപ്പോൾ അതൊക്കെ ഈ അറിഞ്ഞില്ലേ? അറിയിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ. പഠിച്ചോനെ, അജ്മലിൻ്റെ നിക്കാഹ് കഴിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ. എന്താ മോളുടെ പേര്? എൻ്റെ പേര് മുഹ്സിന. മാഷാ അല്ലാ, ഇരിക്കും മോളെ. അങ്ങനെ ഏതാ ആ വീട്ടുകാരാകെ അജ്മലിൻ്റെ മണവാട്ടിയെ കാണുവാൻ വേണ്ടി സന്തോഷത്തോടെ നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ, അജ്മലിനൊത്ത പെണ്ണെന്നാണ്, നല്ല രസമുള്ള പെൺകുട്ടി. രണ്ടുപേരും എന്താ ചേർച്ച, ഒരച്ചിൽ വാർത്ത പോലെയുണ്ട്. അങ്ങനെയുള്ള ഓരോ വാർത്തകളും അജ്മലിനോട് കാര്യം എല്ലാവരും പറഞ്ഞു. അജ്മൽ, സുന്ദരി കുട്ടിയെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ ഒപ്പിച്ചു? എന്നാൽ അജ്മൽ കാര്യമായിട്ട് അതിനൊന്നും മറുപടി പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്താ അജ്മൽ ഇത്ര നാണക്കാരനായില്ലേ? നിക്കാഹ് കഴിഞ്ഞൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. നിക്കാഹ് അത് ഇൻഷാ അല്ലാ, അതൊക്കെ ഇനിയും ഉണ്ടല്ലോ. നിക്കാഹ് ഇനിയോ? അല്ല, കല്യാണം കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നല്ലോ. ആയിക്കോട്ടെ, നിക്കാഹ് ചെറുതായിട്ട് കയ്യേക്കാണെങ്കിലും കല്യാണ പരിപാടിയൊക്കെ നല്ല ഉഷാറാക്കാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വരും ഇവിടുന്ന്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, അതൊക്കെ നമുക്ക് ഉഷാറാക്കാന്നേ. മുഹ്സി, എന്താ അജ്മൽ എങ്ങനെയുണ്ട്? ആള് നല്ല... അവൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങളും വരുന്ന പോലെ തോന്നി. പഠിച്ചോനെ, സത്യത്തിൽ സിനാൻ, അജ്മൽ എനിക്കാകെ മാറിപ്പോകുന്ന പോലെയാണ്. ഇവിടെയുള്ളവരെല്ലാം അജ്മൽ എന്നാണല്ലോ പറയുന്നത് എൻ്റെ സിനാനെ. പക്ഷെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കെൻ്റെ സിനാനെയാണ് ഓർമ്മ വരുന്നത്. അതൊരിക്കലും അജ്മൽ സാറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചില സമയങ്ങളിലായിട്ട് അവൾക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നു. അവൾ പതുക്കെ അതാ അജ്മലിൽ നിന്ന് അകലുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ചില സമയത്ത് അവളുടെ മൈൻഡ് മാറുന്നുണ്ട്, അതിനനുസരിച്ച് അവൾ അജ്മലിൽ നിന്ന് പതുക്കെ അകലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ചില സമയത്ത് അവൾക്ക് സിനാനെ പോലെ തോന്നുകയാണ്. അജ്മലിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. എങ്കിലും എല്ലാവരോടും ചിരിയിലും കളിയിലും തമാശയിലും ഒന്നും ഒരു വ്യത്യാസവും വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഹിജാബ് ധരിച്ച് നടക്കേണ്ട ആവശ്യവും വന്നില്ല. അവൾക്ക് ആ ഒരു പേരവിടെ വീണു കഴിഞ്ഞു, അജ്മലിൻ്റെ പെണ്ണ്. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് മുഹ്സിനയെ വരവേൽക്കുന്നതും അവളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഉമ്മ അതെല്ലാം കണ്ട് മനസ്സിൽ ചിരിച്ചു. ബുഷ്റമോൾക്ക് അതിലേറെ സന്തോഷം. ഉമ്മ, എന്തൊക്കെ തന്നെയായാലും ഇക്കാക്ക് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഇക്കാൻ്റെ പെണ്ണ് എന്നുള്ള പേര് ഇവിടെ എത്തിയപ്പോൾ ആയില്ലല്ലേ? ഇനി അങ്ങനെ തന്നെ അങ്ങോട്ട് ആയാൽ മതിയായിരുന്നു. മോളെ ബുഷി, മോള് വിചാരിക്കുന്ന പോലെ ഒന്നല്ലടി. അവൾ പെട്ടെന്ന് ചിലപ്പോൾ മൈൻഡ് മാറും, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പാവം മുഹ്സിന. എന്നാൽ ഈ സമയം നമ്മുടെ സിനാൻ തൻ്റെ പ്രിയപ്പെട്ട വൈഫിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുസ്സി, എവിടെയാണ് നീയ്? ഈയിടെയായി മുസ്സിയെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ സിനാൻ കാണുന്നുണ്ട്. എന്തൊക്കെയോ ഓരോ പ്രശ്നങ്ങളുള്ള സ്വപ്നങ്ങൾ. അവൻ അതിൽ നിന്നെല്ലാം ഞെട്ടി ഉണരും. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഞാനീ കാണുന്നത്? അതെ, മുസ്സിയെ മറ്റൊരാൾ കല്യാണം കഴിക്കുന്നതായിട്ടാണ് സ്വപ്നങ്ങൾ കാണുന്നത്. എല്ലാം ഇബ്ലീസിൻ്റെ പണിയാണ്. എൻ്റെ പെണ്ണ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ചിന്താഗതി തന്നെയായിരുന്നു സിനാനുണ്ടായിരുന്നത്. എന്നാൽ ബാംഗ്ലൂരിലെ ആ രാത്രി ശരിക്കും എല്ലാവരും മുഹ്സിനക്കും അജ്മലിന് വേണ്ടി അവിടെ റൂം ഒരുക്കിയിട്ടുണ്ട്. അല്ലാ, താത്താൻ്റെ മോനും മരുമകളും വന്നതല്ലേ, നമ്മൾ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു അവർക്ക്. എല്ലാവരും അവരെ നല്ല രീതിയിൽ പഠിച്ചവനെ മണവാളനായിട്ട് നമ്മൾ അറിഞ്ഞതുപോലും ഇല്ല. എന്തായാലും ഇവിടെ വന്നിട്ട് അവരെ മോശമാക്കാൻ പറ്റൂല.
അവിടെ ഏറ്റവും നല്ല ഒരു മണിയറ അവർക്ക് വേണ്ടി അവർ ഒരുക്കി. അജ്മലിനോട് മുസ്സിയോടും പറഞ്ഞു, എന്താ നിങ്ങളിങ്ങനെ വിട്ടു നിൽക്കുന്നത്? ഒരുമിച്ച് പോയിരിക്കുമോ? നിങ്ങൾക്കെന്താ? ഒന്നുമില്ല. അജ്മൽ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ അതാ അവരുടെ ആ റൂമിലേക്ക് മുഹ്സിനെയും അജ്മലിനെയും അവർ ആനയിക്കുന്നു. ശരിക്കും മണവാട്ടിയെയും മണവാളിനെയും കൊണ്ടുപോകുന്നത് പോലെ. മുഹ്സിനക്ക് എന്തൊക്കെയോ തൻ്റെ മനസ്സിന് പറ്റിയിട്ടുണ്ട്. പഠിച്ചോനെ, അഭിനയിക്കുവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു, എനിക്ക് എന്തൊക്കെയോ പറ്റിപ്പോയി. പെട്ടെന്ന് അവൾക്ക് അവളുടെ ബോധം തിരിച്ചു കിട്ടി. അവൾ ഭയന്നു. യാ അല്ലാ, പഠിച്ചോനെ എന്തൊക്കെയാണ്? അവൾ നേരെ ഉമ്മയുടെ അടുക്കലെത്തി. ഉമ്മ, ഇവർ ശരിക്കും അജ്മൽക്കയുടെ ഭാര്യയായിട്ട് എന്നെ... ആ മോളെ, അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. മോള് ക്ഷമിക്കണം. അല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും അന്യ പെണ്ണിനെ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കൂലേ? തൽക്കാലം മോള് അങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പോഴാണ് ഉമ്മക്ക് സമാധാനമായത്. അതേ, മുഹ്സിനക്ക് അവളുടെ ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥം മനസ്സിലായി. മോനെ അജ്മൽ, ഓള് ശരിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക നല്ലത്. എന്നാൽ അപ്പോഴേക്കും മണവാട്ടിയെയും മണവാളിനെയും അവർ റൂമിലേക്ക് ആനയിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അവരെ അതാ കൊണ്ടുവരാൻ വേണ്ടി വരുന്നു. ശരിക്കും മുഹ്സിന ഒന്ന് ഞെട്ടി. അജ്മൽ പറഞ്ഞു, മുഹ്സിൻ, തൽക്കാലം അഭിനയിച്ച് മതിയാവോ? വാ എൻ്റെ കൂടെ. അവർ രണ്ടുപേരെയും അതാ ആ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ രാജകീയമായി അവരെ സ്വീകരിക്കുന്നു. പാല് കൊടുത്തുകൊണ്ടും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരുപാട് ആചാരങ്ങളുണ്ട്, അതെല്ലാം ചെയ്തുകൊണ്ടും അവരുടെ ബന്ധുക്കളൊക്കെ അവരുടെ തലയിലേക്ക് പൂക്കൾ വാരി വിതറുന്നു. റോസാപ്പൂവിതകൾ കൊണ്ട് അവളുടെ ശരീരമാകെ സുഗന്ധം പൂത്തുലയുന്നു. എല്ലാവരും അവർക്ക് ആശംസ അർപ്പിക്കുന്നു. ശരിക്കും ഒരു വിവാഹം കഴിഞ്ഞ രീതിയിലുള്ള ഒരു ഫീലാണ് അജ്മലിനെ അനുഭവപ്പെട്ടത്. ശരിക്കും അജ്മലിന് തൻ്റെ വിവാഹം പോലെ തോന്നുകയാണ്. ശരിക്കും അതേ ഒരു ഫീലാണ് അജ്മലിന് അനുഭവപ്പെടുന്നത്. പക്ഷേ എങ്കിലും അവൻ്റെ മനസ്സിലുണ്ട് ആ ഒരു ചിന്ത, റബ്ബേ, അള്ളാഹുവേ, കാത്തു രക്ഷിക്കണേ, എല്ലാം ഇത് അഭിനയം മാത്രമാണ്, അവരുടെ മുമ്പിലുള്ള അഭിനയം. അജ്മൽ അറിയാതെ ഒരു വരികൾ മൂളിത്തുടങ്ങി. മുഹ്സിനയോട് അജ്മൽ സർ പറയുന്നു, മുഹ്സിന, നീ ഭയപ്പെടേണ്ട. ഒരിക്കലും നീ വിചാരിച്ച പോലുള്ള ആളല്ല ഞാൻ. ശരിക്കും നിൻ്റെ ആഗ്രഹം, നിൻ്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരിക്കൽ പോലും നീ ഭയപ്പെടേണ്ട പെണ്ണെ. അവൾ ശരിക്കും റൂമിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് പറഞ്ഞു, സാർ, അത് എനിക്കറിയാം. പിന്നെ എനിക്ക് നേരത്തെ എന്തൊക്കെയോ പറ്റിപ്പോയി. എനിക്ക് തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് എൻ്റെ സിനുവാണെന്ന് തോന്നിപ്പോയി. ക്ഷമിക്കണം എന്നോട്. ഹേയ്, അതൊന്നും സാരമില്ല പെണ്ണേ. അതൊക്കെ നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അത് ഓരോരുത്തരുടെ മനുഷ്യന്മാരുടെ മാനസികാവസ്ഥ സ്ഥിതികളൊക്കെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതൊന്നും വിഷയമാക്കണ്ട. നീ ഈ ഒരു മൈൻഡിൽ നിന്നാൽ മതി. നിൻ്റെ മനസ്സ് പ്രോബ്ലം ആവാതെ നല്ല രീതിയിൽ. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഉണ്ടാകാതിരുന്നാൽ മതി. പിന്നെ സർ, ഞാൻ നേരത്തെ തെറ്റായ രീതിയിൽ എന്തൊക്കെയോ സാറിനെ... അതൊന്നും വിഷയമാക്കണ്ട. അതൊന്നും നീ ഓർക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്നാൽ ഈ സമയം റൂമിന് പുറത്ത് ഉമ്മ, പഠിച്ചോനെ, അള്ളാഹുവേ, എന്തൊക്കെയാണ് റബ്ബേ. പക്ഷേ എൻ്റെ മകൻ അജ്മൽ ബുദ്ധിയുള്ളവനാണ്. എൻ്റെ മകൻ പക്വതയുള്ളവനാണ്. അവൻ വേണ്ടാത്തതൊന്നും ഒന്നും ചെയ്യില്ല, പ്രവർത്തിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പഠിച്ചവനെ പേടിയുള്ള കുട്ടിയാണ് എൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ ഒന്നും എനിക്കറിയാം അവനെ. പിന്നെ മുഹ്സിനയും തന്നെ നല്ല മോളാണ്. അവളുടെ കാര്യത്തിലും എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്നാൽ ഈ സമയം അജ്മലിൻ്റെ പെങ്ങൾ ബുഷ്റക്ക് വല്ലാത്ത സന്തോഷമാണ്. ഞാൻ വിചാരിച്ചതായിരുന്നു ഈ കാര്യം. കാരണം ഇത്താത്തയും ഇക്കാക്കയും ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെ തന്നെ നിക്കാഹ് കഴിഞ്ഞെന്നാണല്ലോ ഇവരോടൊക്കെ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കും, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, വല്ലാത്ത സന്തോഷം. പഠിച്ചോനെ, എന്നും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകു റഹ്മാനെ. പഠിച്ചോനെ, എൻ്റെ ഇക്കാക്കക്ക് പറ്റിയൊരു പെണ്ണ് തന്നെയാണ് ഇത്താത്ത മുഹ്സി. ഒരിക്കലും മുഹ്സിത്താക്ക് ഇക്കാക്കാനെ വിട്ടു പോകാതെ തോന്നിക്കണേ റബ്ബേ. അങ്ങനെയാണ് ബുഷി ദുആ ചെയ്തത്. എന്താണെന്നറിയില്ല, അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടൊക്കെ പറയണം. എൻ്റെ ഇക്കാക്കയുടെ നിക്കാഹ് കഴിഞ്ഞു. ഞാൻ ഫോട്ടോ വിടാം മണവാട്ടിയുടെ. എൻ്റെ ഫ്രണ്ട്സുകൾക്ക് കാണിച്ചു കൊടുക്കണം. ബുഷിക്ക് വളരെയധികം സന്തോഷമാണ് ആയത്. റബ്ബേ,
പഠിച്ചോനെ, ഞാൻ ആഗ്രഹിച്ച പോലൊക്കെ നടന്നല്ലോ. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ഇവിടെ ആയിരിക്കില്ലേ അവരുടെ താമസം ആദ്യമായിട്ട് തുടങ്ങുന്നത്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും വേണ്ടിയില്ല. എന്തായാലും നേരെ വെളുത്തിട്ട് ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇക്കാക്ക എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു. ഇക്കാക്ക എന്നോട് ഇങ്ങനെയൊക്കെ കള്ളം പറയോ? കുഴപ്പമില്ല, നടക്കട്ടെ. എന്തായാലും അവർ റാഹത്തോടു കൂടി ജീവിക്കട്ടെ. ബുഷ്ര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളയുടെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായപ്പോൾ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. മുഹ്സിനയുടെയും അജ്മലിൻ്റെയും ജീവിതം ഇനി എന്തായി തീരും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആമിന ബീവിതൻ ആരംഭമേ, ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സ്വർലോകം വാഴ്ത്തിടും ഇസ്മല്ലോ, മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്.